ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദിലക്ഷ്മി കിച്ചൻ വേളിലേക്ക് സ്വാഗതം. നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം. അതെപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. 2 കപ്പ് അരി 6 മണിക്കൂർ നേരം കുതിർക്കാനായിട്ട് വെക്കുക. ശർക്കരപ്പാനി ഉരുക്കി വെക്കുക. മിക്സിയുടെ ജാറിലോട്ട് കുറേശ്ശെ അരിയും ശർക്കരപ്പാനിയും ചേർത്ത് അരച്ച് പുട്ടുപൊടിക്കിര തരി ഉണ്ടാവുമല്ലോ, അതുപോലെ തരി തരിയായിട്ട് അരച്ചെടുക്കുക. ഓവറായിട്ട് നൈസായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി, 1 ടീസ്പൂണോളം ഏലക്കാപ്പൊടി, ഒരു പിഞ്ച് ഉപ്പ്, ഒരു 2 ടീസ്പൂണോളം നെയ്യും കൂടി ചേർത്ത് അരച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ അരി എല്ലാം അരച്ചെടുത്ത് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കണേ. ഇതിലോട്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. നമ്മളിത് ഇങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ ഇതുപോലെ തരി തരിയായിട്ടിരിക്കണം. പുട്ടിൻ്റെ പൊടിയിലിരിക്കുന്ന തരികളുണ്ടല്ലോ, അതുപോലെ. ഇനി ഇതിലോട്ട് നമ്മൾ ആകെ ചേർക്കുന്നത് എള്ള് മാത്രമാണ്, വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എള്ള് മാത്രം ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക. ഇപ്പം കറക്റ്റ് പാകം അറിയാനായിട്ട് ഇതുപോലെ ഒരു സ്പൂൺ ഇളക്കിയിട്ട് ഇതുപോലെ തൊട്ട് കഴിഞ്ഞാൽ കൂടാതെ വരും. ഇതാണ് നമ്മുടെ കറക്റ്റ് പാകം. പിന്നെ തൊട്ട് നോക്കുമ്പോൾ തരിതരിയും ഉണ്ടാവണം. അപ്പം ഇത് ഇനി 12 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഇത്തിരി ശർക്കരപ്പാനി ബാക്കിയുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഇത് ഇനി ചൂടാൻ നേരത്ത് വെളിച്ചെണ്ണയും നെയ്യും കൂടി ഒഴിച്ച് നന്നായി ചൂടായതിന് ശേഷം മാവ് നന്നായി ഇളക്കി ഇത് അതിന് സെൻറ്ററിൽ കുഴിഭാഗം ഉണ്ടല്ലോ, അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇതുപോലെ ബബിളൊക്കെ വരും. നന്നായി ബബിളൊക്കെ വന്ന് പതമായി, അതായത് ചുറ്റും ഇങ്ങനെ ലൈറ്റായിട്ട് പൊന്തി വരും. നെയ്യപ്പം ചുടുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്. കണ്ടില്ലേ, ബബിൾസ് കൂടി വരുന്നുണ്ടില്ലേ. ഈ സമയം നമ്മുടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന മാവ് തന്നെ പൊന്തി വരും. കണ്ടില്ലേ, തന്നെ പൊന്തി വരും. അപ്പം നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മേലോട്ട് നമ്മൾ കുറച്ച് എണ്ണ കോരി ഒഴിക്കൂലേ, അതുപോലെ എണ്ണ കോരി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ മുകൾ ഭാഗം പൊന്തി വന്നിട്ടേ ഇരിക്കും. ഇനി നമുക്കത് മറച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ നന്നായി വേവിച്ചെടുക്കാം. ഭാഗം ലൈറ്റായിട്ട് ഡാർക്ക് കളർ വേണം. ഇപ്പം നെയ്യപ്പത്തിൻ്റെ കളറിനേക്കാളും കുറച്ചധികം ഡാർക്ക് കളർ വേണം അരുഭാഗം. ഭാഗം വേവാനായിട്ട് ടൈം എടുക്കും. അപ്പം നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. ഇത് കണ്ടില്ലേ, ഓരോ നെയ്യപ്പം അതുപോലെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൊന്തി വരികയും ചെയ്യും. നമ്മളതിൻ്റെ മുകളിലോട്ട് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ആ മുകൾ ഭാഗവും പൊന്തി വരും. അടിപൊളി ടേസ്റ്റാണ്, കറക്റ്റ് മധുരമാണ്. 2 കപ്പിക്ക് ഞാൻ ശർക്കര എടുത്തത് 1/4 കിലോ ശർക്കരയാണ് എടുത്തത്. അതായത് 4-5 വെള്ളം ശർക്കര, 4-5 കട്ട ശർക്കരയാണ്. നല്ല നല്ല സോഫ്റ്റാണ്, ചുറ്റും നല്ല ഹാർഡുമാണ്. ഹാർഡെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഹാർഡ്. ഓക്കെ, പൊന്തി വരണണ്ടില്ലേ. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കാം. ചെയ്തിട്ട് നിങ്ങൾ ആദിലക്ഷ്മി കിച്ചൻ വേൾഡ് മറക്കാതെ കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഇനി പുതിയ വീഡിയോസായിട്ട് വരാം. അതിന് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നെയ്യപ്പം ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ നമ്മൾ ഓതന്റിക്കായ രീതിയിലാണ് നെയ്യപ്പം ഉണ്ടാക്കിയത്. അരി 6 മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ട് ഒരു 5 ശർക്കര ഉരുക്കി വെക്കുക. എന്നിട്ട് അതിലേക്ക് ഗോതമ്പ് പൊടിയും ഏലക്കാപ്പൊടിയും ഇട്ട് നന്നായി അടിച്ചെടുക്കുക. ഓക്കെ, ബൈ ബൈ ഫ്രണ്ട്സ്.